പിന്നെ ഇവിടെ പിന്നെ ലൂട്ട കുറെ ഉണ്ടല്ലോ. കിനാവിൽ മാളിക തോപ്പിൽ കൊമ്പന്റെ കാര്യം കൊമ്പനൊക്കെ റാങ്ക് പുഷ് കളിച്ചിരുന്നു. ഇന്നലെ ഓന്റെ കൂടെ കളിക്കാൻ ഇന്നലെ താല്പര്യമില്ലാണ്ട്. എന്തായി? എടാ ഇന്നലെ എന്നെ ചൊറിഞ്ഞോണ്ടേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. സൈക്കിളിന്റെ ഒരു പരിധി ഇല്ലേ? എടാ ഞാൻ കൊറേ സഹിച്ചിട്ട്. അപ്പൊ നിങ്ങക്ക് ഇതുവരെ കൊമ്പന്റെ സ്വഭാവം മനസ്സിലായില്ല. അല്ല കൊമ്പ പറയുന്നത് നോക്കി കൊമ്പൻ ഞാൻ തിരിച്ചു പറയുന്നുണ്ട്. പക്ഷെ അതും കേട്ടിട്ട് ബീസ്റ്റ് എന്റെ അടുത്ത് ഉണ്ടാക്കാൻ വരിക. അതിന് ബീസ്റ്റിന് ഞാൻ ഇന്നലെ കൊടുത്തു, കൊമ്പനിക്കും കൊടുത്തു. ബീസ്റ്റ് നിന്റെ ചങ്ങായല്ലേ? ഞാൻ റാങ്ക് പുഷ് ചെയ്ത് പറഞ്ഞപ്പോഴേ ഞാൻ പറയാം എനിക്ക് എന്റെ കൂടെ കളിക്കാൻ പറ്റൂല കൊമ്പ വലിയ കാര്യത്തിൽ അന്ന് കോൾ വിളിച്ച് പറഞ്ഞതാണ്. ഞാൻ റാങ്ക് പുഷ് കഴിയുന്നവരെ നിന്റെ കൂടെ കളിക്കാൻ കേറൂലെന്ന്. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, ഞാൻ ഈകളുടെ കൂടെയും ബോയ്ക്കാരുടെ കൂടെയും കളിച്ചു കളിച്ച് റാങ്ക് പുഷ് കഴിഞ്ഞിട്ട് വാന്നും പറഞ്ഞ് സെറ്റാക്കിയതാ. തിമ്മാതിരി വെറുപ്പിക്കണ്. എപ്പോഴും ഞാൻ എന്റെ കേടി കൂട്ടാൻ നല്ല രീതിയിൽ കളിക്കാന്നൊക്കെ വിചാരിക്കുവോ? അപ്പോഴേക്കും ഉണ്ടാകുന്ന ഈ റാങ്ക് പുഷ് പറഞ്ഞിട്ട് എന്റെ കേടി താഴ്ത്താൻ വേണ്ടി വരും. എച്ചിപ്പെറുക്കി എനിക്ക് ദേഷ്യം വരും. എനിക്ക് ഒട്ടും താല്പര്യമില്ല റാങ്ക് പുഷിനോട്. അതും പോലെ തന്നെ ഇവന്റിനോടും എനിക്ക് താല്പര്യമില്ല. ഇതിലിപ്പോ നിറയെ പെർക്കും നല്ല ലൂട്ടായി കഴിഞ്ഞാൽ പിന്നെ പോയി അടിക്കുക, പിന്നെ ചത്ത അടുത്ത കളിയുടെ അത്രേ ഉള്ളൂ. ഞാൻ അത്രേ വിചാരിക്കുന്നുള്ളൂ. ഇതെപ്പ സ്റ്റാർട്ട് ചെയ്താലും കൊമ്പന് വേണ്ടി കളിക്കണം. കൊമ്പന്റെ പുറകിൽ ഓനെ ആരെങ്കിലും അടിക്കണ്ടോ നോക്കാൻ വേണ്ടി നടക്കണം. ഓനെ റീകോൾ ചെയ്യണം. ഓനെ റീകോൾ ചെയ്തെങ്കിൽ പെരും തെറിവിളിയും. ഇതിന്റെ അടുത്ത് വേറൊരാൾ പറഞ്ഞൊരു കാര്യ, ഈഗിളുടെയും ബോയ്ക്കാന്റെയും കൂടെ കളിക്കുന്ന ഒരാൾ പറഞ്ഞതാ. ഞാനും പറഞ്ഞു അതും ശരിയാണെന്ന്. അതിലത്തെ ഒരാൾക്ക് മടുത്തതാന്ന് കൊമ്പന്റെ കൂടെ കളിച്ചിട്ട്. ഞാൻ കൊമ്പന്റെ അടുത്ത് ഇതുവരെ പറയാൻ പോയിട്ടില്ല. എടാ പാവൊക്കെയാണ്, പക്ഷെ ഓന്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരുടെ ഇഷ്ടം കൂടി നോക്കിയാൽ എന്താ? കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെയാണ് മറ്റേ അൺഫ്രണ്ട് ആക്കി പോയത്. ഡിസൂസൊക്കെ ഓർമ്മയുണ്ടാ? കളിക്കാൻ താല്പര്യമില്ല പറഞ്ഞേന്. ഇത് പഴയ ചങ്ങായിമാര് എന്റെ പഴയ ചങ്ങായിമാർ ഓർമ്മയായിരുന്നു ഇങ്ങനെ കേൾക്കുമ്പോ. ഞങ്ങക്ക് കുറെ ചങ്ങായിമാരുണ്ട്. ആ 4 കില്ല് എടുത്തല് പിന്നെ വേറെ ആരും കണ്ടിട്ടില്ല. ഡിസൂസ എന്നെയും കൊണ്ടുപോ. ഡിസൂസ രാവിലെ അല്ലേ, ഡെയിലി രാവിലെ 8 മണിയില്ലേ, 8 മണിക്ക് യൂട്യൂബിൽ ആ ടൈമിൽ ഷോർട്സ് ഇട് കേട്ടോ. നിറയെ ഷോർട്ട് വീഡിയോ ഡെയിലി ഇടേ, നല്ല റീച്ച് കിട്ടും. അതെന്താടാ ഇന്നെ കൊണ്ടുപോകാരും? ഞാൻ യൂട്യൂബ് നോക്ക് ഒറ്റക്ക് വന്ന് കഴിഞ്ഞ ആള് കഴിഞ്ഞ ഞാൻ എത്ര വട്ടം ചോദിച്ചു പ്രിസണിക്ക് ഉണ്ടോന്ന്. എന്റെ പിന്നാലെ വന്ന നീ പുണ്ടായി. ഞാൻ എന്റെ പിന്നാലെ വരും. എനിക്ക് ഫോറിന്റെ സ്കോപ്പാണോ? നിന്റെ പേരെന്ത്? ടുണ്ടു ആയിഷ ബദൂല്. ശരിക്കുള്ള പേര് അതല്ലോ? അതല്ല അതന്നല്ലേ? അല്ല, ഓള് ലൈവില് ഞാൻ പറഞ്ഞു മറന്നുപോയി. അല്ല 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 ഓളെ വേറെന്തോ പേര്. നീ അറിഞ്ഞിട്ട് അതെ പുതിയതാള് ലവ്വറ? ഞാൻ എന്ത് കുണ്ടത്തിയോ? അല്ല ജിനാന. മൂന്നാള് വഗ്ഗില് പോകുന്നുണ്ട്. എന്താവും ആൾക്കാര്.
എന്തിന് അല്ല ഡുണ്ടു എനിക്ക് അഫയർ ഒന്നുമില്ലേ? ഉണ്ട് ഡുണ്ടുവിന്റെ ആരും അടുത്ത്. തോന്നിയിട്ടില്ല. പക്ഷെ ഞാനും ഡുണ്ടും തെറ്റിയിരിക്കുക. ഡുണ്ടു പറഞ്ഞൊരു ഡുണ്ടു ചെങ്ങ കാസർഗോഡ് സ്ഥലം. ഡുണ്ടു എന്റെ 6 കൊല്ലത്തെ കമ്പനി. ഞാൻ ഈ 6 കൊല്ലത്തിൽ ഒരു വട്ടം പോലും കാസർഗോഡാ? ആള് ദുബായിലാണ്. ഞാൻ പരിപാടിക്ക് നിന്നിട്ടില്ല. രക്ഷപ്പെടുന്ന അയ്യോ ആരോ വന്നല്ലോ. അത് ഇന്റെ ബോട്ടാണ്. അടാ ഇക്ബാലല്ലേ? നിജാലെന്ത് ആയിഷ എന്തൊരു പരിപാടി ഇത്. ഇവിടെ ഇച്ചനും കാണണ്ടാണല്ലോ. അതും കഴിഞ്ഞ എന്റെ നീടൊന്നും ഇല്ല, അല്ലെങ്കിൽ എന്നെ ഞാൻ ഫിനിഷ് ആക്കിന്ന്. ഇവരൊന്നും ഇല്ല, ഒരു സാധനമില്ല. പച്ച ബുള്ളറ്റ് വേണം. പച്ച ബുള്ളറ്റ് ലേശം വേണം. ബാൻഡറ്റ് 50 ഉണ്ട്. അതുകൊണ്ടല്ലേ തിടുന്ന്. ഇത് ആളെ കാണുന്നില്ല, ഫുള്ള് ബോട്ടല്ലോ. ഡുണ്ടൂക്ക് എന്തെന്ന് വെച്ചാലില്ലേ, ഇങ്ങോട്ട് കളിക്കുമ്പോ നല്ല കില്ല് കിട്ടൂട്ടാ. അതേ ടൈം കോൺഗ്രസ് പ്ലെയറെ കൂടെ കളിച്ചു നോക്ക്, ഒറ്റൊരു കില്ല് കിട്ടൂല. പച്ച ബുള്ളറ്റാ എവിടെ? ആ കള്ള നമുക്ക് എടുത്തിട്ടുണ്ടാവും. എന്തായിരിക്കുന്നറിയോ, എനിക്ക് നിറയെ പ്ലസും കിട്ടും. ഞാൻ എനിക്ക് മാക്സിമം ഏജ് ഡോമിനേറ്റർ വരെ അടിച്ചാ മതി. അപ്പൊ എന്റെ കേടി ഇങ്ങനെ പോകും, നിറയെ കില്ലും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ നോർമലായിട്ട് ഇങ്ങനെ കളിക്കുന്ന. നമുക്ക് സ്ഥലം ഇന്ന് മെക്ലേറൻ വരുന്നു പറഞ്ഞിട്ട് വന്നില്ലല്ലോ. വൈ നമുക്ക് പോർച്ചുഗീസിന്റെ മുട്ടി പോവാം. അവിടത്തുള്ള എണ്ണല്ല. ഈ 3 ഇതെടുക്കണ ഇന്ന് വണ്ടി ഡുണ്ടുജല്ലോ പറഞ്ഞ ഇന്ന് മറ്റേ വണ്ടി വരുന്നുണ്ട്, അങ്ങനെയാണ് തേങ്ങാണെന്നൊക്കെ. 24-ാം തീയതിയാണ് വണ്ടി മെക്ലേറും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ വേറൊരു ചെങ്ങായി വോൾവറാണ് പറഞ്ഞോണ്ടത് 21 ഞാൻ കേട്ടത് 22 ഇല്ലെങ്കിൽ 24 ഡേറ്റാ. ക്യാൻസി വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ എന്നെ കണ്ടുപഠിച്ചോട്ടാ. ആയിക്കോട്ടെ. എപ്പാ ഞാൻ നാട്ടില് പോന്ന്. എടാ ക്രിസ്മസും ന്യൂ ഇയർ കഴിഞ്ഞിട്ട് നീ നാട്ടിലേക്ക് വരുന്ന ബ്രദറിനെ നിൽക്കാണ്ട്. അതിനെല്ലാം വീടല്ല വേണോ വളർത്തി 100 ക്രിസ്മസ് എന്റെ ബർത്ത്ഡേ എല്ലാ ഡിസംബറില്. ബെറ്ററായിട്ട് തോന്നുന്നു എനിക്ക്. അത് വല്ലപ്പോഴല്ലേ. പൈസ കൊറേ പൊട്ടു വല്ലപ്പോഴും. എനിക്ക് നാട്ടൊക്കെ കല്യാണം കൂടാനൊന്നല്ല വരാൻ പോതി, ഉത്സവം കൂടാനാ. ഉത്സവം ഇവിടെ അടി കെട്ടിയതല്ലോ നേർച്ച. ഈരാള്
എടാ ഫിനിഷ് ആക്കിയാ ഇതിന്റെ മേലെ ഒരാളുണ്ട്. ബാക്കിന്ന് അടിയെന്നടാ വൈപ്പ് കള്ള നായിന്റെ മോൻ മേലെന്ന് അടിയെന്ന്. ഞാൻ അപ്പന്നെ അടിച്ചിന് അവൻ ഫിനിഷ് ആകുന്ന തിരിച്ചിട്ടല്ലോ മതിലിന്റെ അപ്പത്തുണ്ട് ഫിനിഷ് ആക്കാൻ വെച്ചിന് ബാക്ക് നീട്ടിയല്ല PP എടുക്കാം. മെസ്സേജ് എടാ ഇന്റെ സായിപ്പോപ്പി ഡുണ്ടുവിന്റെ സായിപ്പോപ്പി ലൈവ് ഇട്ടണല്ലോ. കൂടി ഞാൻ പറയില്ലടാ. ആന്ന് ആകൊരു പൂച്ചി മോനെ. എനിക്ക് ഡിസൂസ് അല്ല ക്യാൻസർ. എന്ത് ക്യാൻസർ അതിന്റെ അർത്ഥം? അതെനിക്ക് അറിയാത്തെ. എനിക്ക് ഞക്കറല്ല ഞാൻ ലോക്കൽ പരിപാടി ഒന്നും നോക്കില്ല. എനിക്കറിയില്ല അതിന്റെ അർത്ഥം. പഠിച്ച റബ്ബാണ് സത്യം. എനിക്ക് തെറിന്റെ അർത്ഥം കൂടി അറിയില്ല. നമ്മൾക്ക് 4 നമ്പർ 4 നമ്പർ ഒറ്റക്ക് പോയിട്ട് ഇവിടെ 1 കില്ല് എടുത്തിട്ടുള്ളു. ഒറ്റക്ക് പോയിട്ട് എനിക്ക് 2 ഇട്ട് അടിച്ചാ പോലും സെറ്റ് ആവൂല. നീ മറ്റേ ഓന്റെ കളിച്ചോണ്ടല്ലേ ബോസിന്റെ ഒക്കെ അത് തലകുത്തി വീഴണ്ട. ഈ വണ്ടി മറ്റേ തലകുത്തി വീണ് പറഞ്ഞ നേരെ മറിയൂല. എന്നാ ഇതിട്ട് പറഞ്ഞ പിന്നെയും തിരിയും. നമ്മളെവിടെയാടാ പോവാ? അതെന്താ ജോർജോ പോൾ കോച്ചിങ്ങിന്ന് കില്ലെടുക്കാനുള്ള മെഷീൻ ഉണ്ടായിരുന്നു. ഈ കണ്ടതിൽ ആരുണ്ടാവാൻ ഇതേപോലെ കൊണ്ട് കില്ലെടുക്കാനുള്ള മെഷീൻ ഉണ്ടായി. 9 കില്ലെടുക്കണം. പക്ഷെ 2 കില്ല് എടുത്തുള്ളൂ. AKM കൊണ്ട് കില്ലെടുക്കഴിഞ്ഞ് 10 കില്ലെടുക്കണം. നീ ആ വണ്ടി എടുക്കാൻ ഓടി പോയതാണെന്ന് എനിക്ക് മനസ്സിലായി ചെറ്റേ. ഓ ആയി ശരി. വേണ്ട നിന്റെ വണ്ടി രണ്ടൂര് സംസാരങ്ങൾക്ക് എന്ത് രസാന്നറിയോ? അവന്റെ പേര് ഇർഷാദ്. ഓന്റെ പേരെന്ത്? അവന്റെ തലടിക്ക് കാസർഗോഡ് എവിടെയെന്നറിയോ? പറയാ. വേണ്ട. എവിടെ സ്ഥലം അറിയോ? കെൻസിയ. പക്ഷെ നാട്ടില് ഓന്റെ വീട് 6 വർഷത്തെ അല്ല 2 പേർക്ക് മാത്രമേ അറിയുള്ളൂ. അതാളുടെ കട്ട കമ്പനിയായ ഒന്നോ ഓന്റെ ബ്രദറിനും പിന്നെ ഓന്റെ ഒരു ഫ്രണ്ടും. വേറെ ഏത് കമ്പനിക്കാർക്കും അറിയില്ല. എടുത്തോ നീ പറയണത് കറക്റ്റ്.
ഇത് മറ്റേ ഇത് പാർക്കോളെ എന്താ കളിച്ചോണ്ട് തുള്ളാ മറന്നില്ല ഞാൻ അല്ലാ പോയി എടുക്ക ചാവും. ഞങ്ങൾ ഇന്നലെ കളിച്ചിരുന്നു. എനിക്ക് അത് കളിച്ചോണ്ട് കൊറേ ഞങ്ങക്കത് വേർപ്പിടിക്കുന്നു 12 പേരുള്ളൂ. എന്ത് ഇതുകൾക്ക് എവിടെ നിന്ന് അടികൂടുന്നു മനസ്സിലാവില്ലല്ലോ. അവിടെ ഒരു ഡ്രോപ്പ് വീഴുന്നുണ്ട് ക്യാൻസി. അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം. പണ്ട് നല്ല പൊടി നല്ല പൊടിന്ന് വെച്ചാൽ നല്ല പൊടി പൊടിക്കാറ്റിരുന്ന ഒരു 4 നമ്പർ തന്നെ ഒരാള് പറഞ്ഞിരുന്നുണ്ട്. അത് വണ്ടിട്ട് അതിന്റെ മേലെ മറ്റേ നോക്കിയാന്ന് ഇവിടെ ഒരു ഡ്രോപ്പ് വീണിട്ടുണ്ട്. തലയിട്ട് തരണല്ലോ പെർക്കുന്നാ അറിയോ ദി ഹോസ്പിറ്റലിലെ ആ ഭാഗത്തുണ്ടാവും. ഇതെന്താ ഷോട്ട് കണ്ടടാ എടുത്ത് കൈ വെച്ചോ. ആ പവറാണ് പക്ഷെ അതിന്റെ ബുള്ളറ്റ് ഞാൻ കളഞ്ഞടാ. ക്രോസ് പവറാ ഇനി ഭ്രാന്താ ചെങ്ങായി എന്തെന്ന് പറഞ്ഞു കളിക്കുന്ന. ഇനി 8 പേരുള്ളൂ. 2 സ്ക്വാഡും കൂടി ഉള്ളു. ഇതെന്താ എന്തൊക്കെയാ തലയിൽ കൂടെ വീഴുന്നു. ഇപ്പൊ നായി അവിടുന്ന് ഏതെങ്കിലും സോണിന്റെ സോണില് ഈ 3 കിലോ 4 കിലോ നിങ്ങൾക്ക് കിട്ടല്ലേ. അപ്പൊ ആ നമ്പർ 4 കിട്ടട്ടെ. ചെക്കൻ കൊറേ നേരായി പറന്ന് കളിക്കൽ തുടങ്ങിട്ട്. ഫ്ലയർ ഗൺ കൈ വെച്ചിട്ടാണ് നിക്കണേ. ഓന് എൻജോയ് ചെയ്യുന്നല്ലേ എൻജോയ്. അതാ ആളെങ്ങോട്ട് എത്തിക്കുക. അത് ഓൻക്ക് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. മുകളിലെത്തി ഇങ്ങനെ മേലോട്ട് ചെലപ്പോ താഴത്തേക്ക് ഇറങ്ങും. 4 ഒരു സ്കോഡാന്ന് തോന്നുന്നു. ചെലപ്പോ അല്ല പാമ്പും ആയിരിക്കും നായ്ക്കള്. എനിക്ക് ആ മലമേലെ ഇവരെ അടിക്കാൻ വരും. ആരുടെ റിസർവേഷൻ? ഹൈപ്പർ പോയി. ഹൈപ്പറിന്റെ കൂടെ കളിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഹൈപ്പറിന്റെ കളി കഴിഞ്ഞാൽ ഹൈപ്പർ ആക്സിഡന്റ് അടിച്ചു പോകും. ഉണ്ടാവും ആ ചെങ്ങായി ചിലപ്പോ നമ്മളെ വഴിതെറ്റിക്കും. ആളുണ്ടെന്ന് പറയുന്ന ചെലപ്പോ ഈ കാൻസിന് പറയോ ഈ മതിലിനെ തന്നെ. അയ്യോ ചെക്കൻ ലോക്കിട്ടല്ലോ ഫിനിഷ് ആക്കിയ. എടാ ഇവിടെ ഒരു പാമ്പായിരുന്നറ ഉണ്ടായത്. ഒരു ഒറ്റൊരു സ്കോഡാവും. ഓടുന്ന കണ്ടിന് അവനെ കടന്നിട്ട് അവൻ എന്നെ ചങ്ങായി അടിച്ചു. ഇതെന്തില്ല ലൂട്ടാക്കി. ഞാൻ പറഞ്ഞല്ലോ അവിടെ ആള് ഇവന്റെ കളി നോക്കട്ടെ എവിടെ ഉള്ളത്. ആ കണ്ട് വെറുതെ
വെറുതെ ആ ബാക്കില് 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 അടിയില്ല. ആ ഷർട്ടിന് ഒരുത്തൻ സോണിന് പോയി. Awesome. എന്റെ 6 പൊടിയല്ലേ ടിസൂസ. രണ്ടുപേര് ഒരുത്തൻ സോണില് പോയില്ലേ. ലോക്കായി രണ്ടും. ഞാൻ എന്റെ കളിയല്ല കാണുന്നു, ക്യാൻസിന്റെ കളിയാണ്. അത് ചെറിയൊരു സങ്കടം. അപ്പൊ കുറച്ച് പവർ ഉണ്ടല്ലോ ക്യാൻസ് അവിടെ ആളുണ്ട് പറഞ്ഞ പാണ്ട് നോക്കിയതാണ്. ഓ അങ്ങനെ അത് അതിനടുത്ത് തന്നെ. ഇനി ഒറ്റ ഒരുത്തന് ഇത് എല്ലാ സോണിൽ ചത്തിരി പൊട്ടിയാവും. ഇപ്പൊ മാലര് HDR ഇട്ടിട്ട് ഓടണായിരുന്നു. അപ്പൊ കാണും. എന്റെ പൊന്നോ, എനിക്കിന്ന് ലൂട്ടൊന്നും വേണ്ട. നീ ലൂട്ടാക്കിയാ? Awesome. ചത്താ മതിയായി. കളി കണ്ട ചത്താ മതി ഡുണ്ടോക്ക്. ആ അല്ല ഞാൻ ചത്താ മതിയായി, കളി കണ്ടാ Belongs മതിയായി. to us. 20+, 25+. 25 പ്ലസ് ആയിരിക്കും ടുണ്ടുന. 25 കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അനക്കൊരു 30. 32. എനിക്ക് 36.